ഏറ്റവും പ്രധാനമായി PM ശ്രീ പദ്ധതിയിൽ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പഠനത്തിന് വേണ്ടിയാണ് 7 അംഗ ഉപസമിതിയെ തീരുമാനിച്ചത്. അതിലെ അംഗങ്ങൾ ആരൊക്കെ എന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, ഏറ്റവും പ്രധാനമായി ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു, 1000 രൂപ കൂട്ടിയിരിക്കുന്നു. കൂടാതെ കുടിശ്ശിക കൊടുത്തു തീർക്കും. മറ്റ് അങ്കണവാടി ജീവനക്കാരുടെ, കൂടാതെ ആയമാരുടേത്, പ്രീ പ്രൈമറി ടീച്ചർമാരുടേത്, അത്തരത്തിലേക്കൊക്കെയുള്ളവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സുപ്രധാന തീരുമാനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് തീർച്ചയായും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ തർക്കമല്ല. 7 അംഗ മന്ത്രിസഭാ ഉപസമിതി അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഉപസമിതിയിലെ അധ്യക്ഷനാകുന്നത് വി ശിവൻകുട്ടിയാണ്, വിദ്യാഭ്യാസ മന്ത്രി. കൂടാതെ കെ രാജൻ, പി രാജീവ്, പി പ്രസാദ്, റോഷി അഗസ്റ്റിൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ഈ മന്ത്രിസഭാ ഉപസമിതിയിൽ അംഗങ്ങളായി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിശ്ചയിച്ച ഔട്ട് ടേൺ റേഷ്യോ കുറയ്ക്കണമെന്ന് പറയുകയാണ്. പക്ഷേ സംസ്ഥാനത്തിന് ഇക്കാര്യത്തിലൊന്നും ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. കൂടാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതിയുണ്ട്. പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു. അവർ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ല എന്നുറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പിങ്ക് കാർഡുകാർക്ക് AY 1000 രൂപ വീതം സഹായം നൽകുന്ന പദ്ധതി, ഇതിൽ വർഷം 3800 കോടിയുടെ ബാധ്യതയുണ്ടാകുന്നതാണ് എന്ന് പറയുന്നു. കൂടാതെ യുവതലമുറയ്ക്ക് വർക്ക് ടു കണക്ട് പ്രോജക്റ്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ്, അങ്ങനെ ഒട്ടേറെ പദ്ധതി പ്രഖ്യാപനങ്ങൾ, ഒട്ടേറെ ക്ഷേമ പരിപാടികളുടെ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം, അതേക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന കാലങ്ങളിൽ നടപ്പാക്കാൻ പോകുന്ന ക്ഷേമ പരിപാടികൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്കണവാടി വർക്കർമാരുടെ ഓണറേറിയം അത് കൂട്ടിയിരിക്കുന്നു. കൂടാതെ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടിയിരിക്കുന്നു. കുടിശ്ശിക കൊടുക്കും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, സുപ്രധാന പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം വരും. അതിനു മുൻപ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതിൽ സംസ്ഥാന സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറഞ്ഞ വാക്കുകൾ അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് നേരത്തെ തന്നെ 24 വാർത്ത നൽകിയതാണ്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിലൊന്ന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയിലടക്കം ഉണ്ടായിരുന്ന കാര്യമാണ്. ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതി. അത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് അതിൽ 1000 രൂപ വീതം സഹായം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. മാത്രമല്ല, യുവതലമുറയ്ക്ക് വേണ്ടി വർക്ക് ടു കണക്ട് പ്രോജക്ട്, അത് ഈ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രതിമാസം അതിന് ചെലവഴിക്കുന്ന 1000 രൂപ വീതം നൽകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. ഈ കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് അത് 1000 രൂപ വീതം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. അതിന് പുറമെയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ അതിൽ കാര്യമായിട്ടുള്ള വർധനമുണ്ടായിക്കൊണ്ടൊരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, അതിൽ ഈ പെൻഷനുകൾ പ്രതിമാസ പെൻഷൻ അത് 1600 നിന്ന് 400 രൂപ കൂട്ടി 2000 രൂപയാക്കി ഉയർത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ വാർത്ത സംബന്ധിച്ചുള്ള വിവരങ്ങൾ 24 കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വലിയ വാർത്തയായി നൽകിയതാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളും ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനം അന്ന് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് ഈ സർക്കാർ ജീവനക്കാരുടെ DA അടക്കമുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതും ശ്രദ്ധേയം. അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഈ മറ്റു ചില കാര്യങ്ങൾ, ഈ ആശാവർക്കർമാർ കഴിഞ്ഞ കുറെ നാളുകളായി
സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ. അവരുടെ പ്രതിമാസ ഓണറേറിയം അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ, അവർ ഉയർത്തിയ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൂടി സർക്കാർ കടക്കുന്നുണ്ട്. അങ്ങനെ സകല മേഖലയും തഴുകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.